KVS ഹരിദാസ്, ഏറ്റവും ഒടുവിൽ ഞാനിപ്പോൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് കണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഡാറ്റയാണ്. 6ാം ഘട്ട തെരഞ്ഞെടുപ്പ്, അവിടെയും ബംഗാൾ മുന്നിൽ നിൽക്കുന്നുണ്ട്, 86%. അതേസമയം UP ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ KVS ഹരിദാസ്, UP കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഒരു എന്താ പറയുക, ഒരു 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 താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ശ്രീ നൗഷാദ് അലി ചൂണ്ടിക്കാണിച്ചല്ലോ, ഇന്ത്യൻ ജനാധിപത്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് അവസരോചിതമായി ഒരു ഇടപെടൽ, നമ്മുടെ ആന്തരിക ഇടപെടൽ നടത്താനുള്ള ശക്തി നമ്മുടെ ആന്തരിക ജനാധിപത്യത്തിനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് 77 തന്നെ ഉദാഹരണം. നമ്മളൊക്കെ 20 സീറ്റ് കൊടുത്തപ്പോൾ ഉത്തർപ്രദേശ് ഇന്ദിരാഗാന്ധി എന്ന സ്വന്തം പുത്രിയെ മുട്ടുകുത്തിച്ചു. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ RSS വിട്ടുനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നുണ്ട്. 2, യോഗി ആദിത്യനാഥിന് നരേന്ദ്രമോദിക്ക് മൂന്നാമതൊരു ദൗത്യം കൂടി കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രാഷ്ട്രീയ ആരോപണം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൻറ്റി ഇൻകംബൻസി, അത് പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ, അതായത് വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിലില്ലായ്മയുടെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുള്ള പല വിഷയങ്ങളിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഉത്തർപ്രദേശ് ജനതയാണ്. അപ്പോൾ ആദ്യം ഉന്നയിച്ചിട്ടുള്ള രാമക്ഷേത്രം എന്ന് പറയുന്ന അജണ്ട മാറുകയും പിന്നീട് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ ബാധിക്കാവുന്ന മറ്റു വിഷയങ്ങൾ കൂടി വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലെ ജനത വോട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയാണോ? നികേഷിന് തെറ്റുപറ്റി. നികേഷേ, ഞാൻ ഇതിന് വിശദീകരണം ഇതിനു മുമ്പത്തെ ചർച്ചകളിൽ, നികേഷ് കൂടി പങ്കെടുത്ത ഇതിനു മുമ്പത്തെ ചർച്ചകളിൽ ഞാൻ നൽകിയതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടർമാരെ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ പോൾ ചെയ്യിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കൃത്യമായിട്ട് അളക്കാനുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. ഉത്തർപ്രദേശിലൊക്കെ സംഭവിച്ചത് നമ്മൾ നിസ്സാരമായിട്ട് കണ്ടുകൂടാ. ഈ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് നിങ്ങളൊക്കെ പ്രവചിക്കുന്നത് BJPയെ തോൽപ്പിക്കുമെന്ന്. യഥാർത്ഥത്തിൽ അവിടെ സമാജ്വാദി പാർട്ടി മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ഉത്തർപ്രദേശിൽ എന്താ ഉള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. സാമാന്യ രാഷ്ട്രീയ ബോധമുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി BSPയും ഒന്നിച്ചാണ്. അല്ല, 2009 അല്ലല്ല 2009 കോൺഗ്രസ് ആണോ 2024 ഉള്ളത്? വലിയ വ്യത്യാസം. ഈ ലോകത്തല്ലേ ജീവിക്കുന്നേ? അത് ഉത്തർപ്രദേശില് കോൺഗ്രസ് 86 അധികാരത്തിൽ നിന്ന് പോയതാണ്. വെറുതെ അല്ല, ഞാൻ പറഞ്ഞു കേൾക്കൂ. 2009 നിന്ന് 24 എത്തുമ്പോ കോൺഗ്രസുകാർക്ക് അടിവേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് 90% മണ്ഡലങ്ങളിലും 90% സ്ഥലങ്ങളിലും. ഇപ്പൊ സമാജ്വാദി പാർട്ടിയുടെ തൊപ്പി തലയിൽ വെച്ചാൽ നടക്കുക കോൺഗ്രസുകാർ ഉൾപ്പെടെ. അത്രയേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് അവർക്ക് സമ്മതിദായകരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അവിടെ ഇവർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തർപ്രദേശിൽ നിങ്ങൾ വിചാരിക്കേണ്ട 2019 വലിയ വിജയമായിരിക്കും BJP NDA നേടാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നികേഷിനെ തൃപ്തിപ്പെടുത്താം. ഈ തെരഞ്ഞെടുപ്പിൽ 4 പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ നിരീക്ഷണമാണ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന് നികേഷ് നേരത്തെ പറഞ്ഞു, ബംഗാളിൽ BJP ഉണ്ടാക്കാൻ പോകുന്ന വലിയ മുന്നേറ്റം. എത്രയും ആയിക്കോട്ടെ, BJP അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറും, അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറുന്ന ചിത്രം നമുക്ക് ജൂൺ 4 കാണാൻ കഴിയും. രണ്ടാമത്തെ ഒറീസയിൽ നവീൻ പട്നായിക്കിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങൾക്കത് ബോധ്യമുണ്ട്. അവിടെ ഒരു പകരം ഓൾട്ടർനേറ്റീവ് ഇല്ല. ആ ഓൾട്ടർനേറ്റീവായിട്ട് വളർന്നു വരുന്നത് BJP ആണ്. അവിടെ ഒറീസയുടെ ഭരണം BJPയുടെ കൈകളിൽ എത്തിയാൽ പോലും അതിശയിക്കാനില്ല. അത്ര വലിയ വിജയം ഒറീസയിൽ ഇത്തവണ BJP കരസ്ഥമാക്കും. മൂന്നാമത്തേത് ആന്ധ്രാപ്രദേശ്. BJPക്ക് വലിയ ശക്തിയുള്ള കേന്ദ്രങ്ങളൊന്നുമല്ല, സംസ്ഥാനമല്ല. പക്ഷേ കഴിഞ്ഞ തവണ 2019 വോട്ട് ശതമാനം എത്രയാണെന്നറിയാമോ ആന്ധ്രാപ്രദേശിൽ?
എത്ര ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു കേൾക്കൂ. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡു പറഞ്ഞു കേൾക്കൂ, ചന്ദ്രബാബു നായിഡു തോക്കുമ്പോഴും എനിക്ക് മുതലാളിക്കും കൂടെ ശമ്പളം 1 ലക്ഷം, എനിക്ക് 2000 ആണ്, മുതലാളിക്ക് 98,000. ഞാൻ പറയുന്നത് ആന്ധ്രാപ്രദേശിൽ BJPക്ക് പങ്കാളിത്തമുള്ള ഭരണകൂടം ഉണ്ടാകും, BJPയുടെ പിന്തുണയോടെ ഭരിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകും. നാലാമത്തേത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ നമുക്കറിയാം 3 സ്വതന്ത്ര MLA-മാർ BJP ചേർന്നു, 6 കോൺഗ്രസ്സുകാർ കൂറുമാറി എന്ന് പറഞ്ഞ് അവരെ അയോഗ്യരാക്കി. ആ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ആ 6 മണ്ഡലങ്ങളിലും ഞങ്ങൾ ജയിക്കും. ഞാൻ ഒരു പത്രം വായിച്ചു, ആ പത്രം അത്ര മോശം പത്രമൊന്നുമല്ല, ഹിന്ദു പത്രത്തിന്റെ പേര്. അവിടെ ഹിമാചൽ പ്രദേശിലെ ടേൺ കോട്സിനെതിരായിട്ടുള്ള ജനവികാരം ആഞ്ഞടിക്കുന്നു എന്ന് അവരെ അനലറ്റിക്കൽ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നു. അല്ല, ഹിന്ദു വായിക്കുന്നതും ദേശാഭിമാനി വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഹിമാചൽ പ്രദേശിലെ 6 സീറ്റുകളും ആ ബൈ ഇലക്ഷനിൽ ഞങ്ങൾ ജയിക്കും. അതിനർത്ഥം അത് കഴിയുമ്പോൾ ഈക്വൽ ആയിരിക്കും നിയമസഭയിലെ അംഗബലം. എത്ര നാൾ കൂടി. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു 4 കാര്യങ്ങള് പ്രധാനപ്പെട്ടതുമാണ്. Debate with MV Nikesh Kumar.